ക്ലാസ്സിൽ എടുത്തിരുന്നത്. 3 ക്ലാസ് വരെയായിരുന്നു നമ്മൾ 3 ശ്ലോകം വരെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി 4ാമത്തെ ശ്ലോകം മുതലാണ് പുനരാരംഭിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് അതുവരെ പറഞ്ഞിരുന്ന വിഷയം ഒന്ന് ബ്രീഫ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അരക്കില്ലത്തിന് തീയിട്ടതോടുകൂടി പാണ്ഡവരെല്ലാം എന്ത് ചെയ്തു? അജ്ഞാതവാസത്തിലേക്ക് 1.5 വർഷം അജ്ഞാതവാസത്തിലേക്ക് പോവുകയും അതിനുശേഷം അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ഭീമൻ ഹിഡുംബിയെ വിവാഹം ചെയ്യുന്നു, ബകാസുരനെ വധിക്കുന്നു, ഭീമൻ ബഗനെ വധിക്കുന്നു. അതിനുശേഷം പാഞ്ചാലിയെ വിവാഹം ചെയ്തതിന് ശേഷം പാഞ്ചാലി സമേതരായിട്ട് പാണ്ഡവരെല്ലാം എന്ത് ചെയ്യുന്നു? തിരിച്ച് വരുന്നു. അതിനിടയ്ക്ക് അർജുനൻ സുഭദ്രയെ വിവാഹം കഴിക്കുന്നു. ഇത്തരത്തിലുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇനിയും 4ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകാൻ പോകുന്നത്. പാഞ്ചാലിയെ സമേതരായിട്ട് പാണ്ഡവരെല്ലാം തിരിച്ച് എങ്ങോട്ടേക്ക് വന്നു? തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു വന്നു. ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് താഴോട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? തിരിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഭഗവാനും കാളിന്തി ദേവിയും തമ്മിലുള്ള വിവാഹം, അതുവരെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് 3ാമത്തെ ശ്ലോകം വരെയുള്ള വിഷയം. ഒന്ന് പറയണേ പ്രഭു, ദശകം എത്രയെന്നൊന്ന് പറയണേ. 81ാം ദശകം 3ാം ശ്ലോകം വരെയാണ് നമ്മൾ എടുത്തിരുന്നത്. 4ാമത്തെ ശ്ലോകം തൊട്ടാണ് നമ്മൾ താഴോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോ പെതുക്കെ പറഞ്ഞു തരാം, ശേഷം പാരായണം ചെയ്യുന്ന വിധാനവും പറയാം. സത്യാം ഗത്വാ പുനരുദവഹു നഗ്നജിന്നന്ദനാം താം ബദ്ധു. ഒന്നാമത്തെ വരിയും ശ്രദ്ധിക്കുക. സത്യാം ഗത്വാ പുനരുദവഹു നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാം സപ്തമൂർത്തിർ നിമേഷാത്. ഇതാണ് 1ഉം 2ഉം വരികൾ. ഒന്നുകൂടെ പറയാം. സത്യാം ഗത്വാ പുനരുദവഹു നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാം സപ്തമൂർത്തിർ നിമേഷാത്. 1ഉം 2ഉം വരികൾ. 3ഉം 4ഉം വരികൾ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഭദ്രാം നാമ പ്രദദുരുധതേ ദേവസന്ദർദനാദ്യ തത്സോദര്യ വരദ ഭവത സാപി പൈതൃഷ്വസി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, നാരായണീയത്തെ സംബന്ധിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. പാരായണം ചെയ്യാൻ നമുക്ക് അറിയാവുന്ന കഥകളൊക്കെ തന്നെയാണ്. അപ്പോൾ പാരായണം ചെയ്യാൻ പ്രാപ്തരാകുക എന്നുള്ളതാണ് നാരായണീയം ക്ലാസ്സിന്റെ പ്രഥമ ലക്ഷ്യമായിട്ട് നമ്മളെപ്പോഴും വിചാരിക്കാറും പറയാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ ഈ ശ്ലോകങ്ങളുടെ ഉച്ചാരണത്തിനും അതിന്റെ പ്രയോഗത്തിനും ഒക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, അർത്ഥത്തിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലാംഗ്വേജിന്റെ ഗ്രാമറിനേക്കാളും കൂടുതൽ നമുക്ക് പാരായണം ചെയ്യാൻ, അതായത് വാക്കുകൾ കൃത്യമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് വാക്കുകൾ എടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പം ഒന്നുകൂടെ പറയാം. സത്യാം ഗത്വാ പുനരുദവഹു നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമാം പ്രദദുരുധതേ ദേവസന്ദർദനാദ്യ തത്സോദര്യാ വരദ ഭവതാ സാപി പൈതൃഷ്വസി. ഇതാണ് 4ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ പറയാം. ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കൊന്ന് ആരുടെയും മ്യൂട്ട് ചെയ്തു. 4ാമത്തെ ശ്ലോകം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു. സത്യാഗത്വാ പുനരുദവഹു നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമാ പ്രദദുരുധതേ ദേവസന്ദർദനാദ്യ തത്സോദര്യാ വരദ ഭവതാ സാപി പൈതൃഷ്വസി. ഇതാണ് 4ാമത്തെ ശ്ലോകം. അപ്പം അതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. അതിൽ പിന്നെ അങ്ങ് പോയിട്ട് ഒരേ സമയത്ത് 7 ശരീരത്തോടു കൂടിയവനായി നിമിഷം നേരം കൊണ്ട് മതിച്ച 7 കാളകളെയും പിടിച്ച് ബന്ധിച്ചു. അങ്ങയിൽ അനുരക്ത ആയിരുന്നവളും നഗ്നജിത്തെന്ന അയോധ്യാപതിയുടെ പുത്രിയുമായ സത്യയെ വിവാഹം ചെയ്തു.
അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു ഭഗവാന്റെ 8 ഭാര്യമാരിൽ ഒരാളാണ് ആര്? സത്യ എന്ന പേരോടുകൂടിയ ദേവി. അപ്പം സത്യാദേവിയെ ഭഗവാൻ വിവാഹം കഴിച്ച ഭാഗമാണ് നമ്മളിപ്പോ ഇവിടെ പാരായണം ചെയ്തത്. 7 കാളകളുണ്ട്. അപ്പം ഈ സ്വയംവരത്തിന് നഗ്നജിത്ത് വെച്ചിരുന്ന കണ്ടീഷൻ എന്തായിരുന്നു? 7 കാളകളെയും ഒരേ സമയം എന്ത് ചെയ്യുന്നതു? ടൈം ചെയ്യാം. മെരുക്കുന്ന ആളിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എന്റെ മകളെ വിവാഹം കഴിപ്പിക്കുന്നത്. അപ്പം ഭഗവാൻ ഒരേ സമയം 7 രൂപങ്ങളിലായിട്ട് മാറുകയും 7 കാളകളെയും ഒരേ സമയം മെരുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതാണ് പറയുന്നത്. അതിട്ട് ഒരേ സമയം 7 ശരീരത്തോടുകൂടി എന്ത് ചെയ്തു? നിമിഷം നേരം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. മതിച്ച 7 കാളകളെയും പിടിച്ച് ബന്ധിച്ച് അങ്ങയിൽ അനുരക്തയായിരുന്നവളും നഗ്നജിത്ത് എന്ന അയോധ്യാപതിയുടെ പുത്രിയുമായ സത്യയെ കഴിച്ചു. അപ്പോ അനന്തരം സന്ദർധനൻ മുതലായവർ അങ്ങയുടെ സഹോദരിയായ ഭദ്ര എന്ന കന്യകയെ അങ്ങയ്ക്കായി ദാനം ചെയ്തു. അല്ലയോ വരദപ്രിയനായ ഭഗവാൻ, ആ ഭദ്രയും അങ്ങയുടെ പിതൃസഹോദരിയുടെ പുത്രി തന്നെയായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? സന്ദർധനൻ അവരുടെ സഹോദരിയായ ഭദ്ര എന്ന കന്യക. അപ്പം ഭഗവാന്റെ പിന്നെ അടുത്ത ഭാര്യയാണ്, അഥവാ പിന്നീടുള്ള പത്നിമാരിൽ അടുത്തതാണ് സത്യ കഴിഞ്ഞാൽ പിന്നീടുള്ളതാണ് ആര്? ഭദ്ര. അപ്പം ഭദ്രയെ എന്ത് ചെയ്തു? ഭഗവാൻ സ്വീകരിച്ചു. അപ്പം അതാണ് പറയുന്നത്. ഭദ്രാം നാമ പ്രദദുരിതേ ദേവസന്ദർദനാദ്യ. അപ്പം എന്ത് ചെയ്തു? ഭദ്രയെയും അങ്ങ് വിവാഹം കഴിച്ചു. പിന്നെ എന്ത് ചെയ്തു? വരദപ്രദനായ ഭഗവാൻ ആ ഭദ്രയും അങ്ങയുടെ പിതൃ സഹോദരിയുടെ പുത്രി തന്നെയാണ്. ഭഗവാന്റെ എന്താ പറയാ, നമ്മള് മലയാളത്തിൽ മുറപ്പെണ്ണം എന്നൊക്കെ പറയും. തരത്തിൽ ആ ഭദ്ര എന്ത് ചെയ്തു? ഭഗവാൻ വിവാഹം. മതിച്ചു നിൽക്കുന്ന 7 കാളെ പിടിച്ചു കെട്ടുന്നവർക്ക് തന്റെ പുത്രിയെ കൊടുക്കാമെന്നായിരുന്നു നഗ്നജിത്തിന്റെ തീരുമാനം. അയോധ്യയിലെത്തിയ ഭഗവാൻ രാജപുത്രിയായ സത്യ തന്നിൽ അനുരക്തയാണെന്നറിഞ്ഞ് രാജനിശ്ചയാനുസരണം 7 കാളകളെയും ഒരേ സമയം 7 ശരീരം സ്വീകരിച്ച് പിടിച്ചുകെട്ടി. സത്യവിവാഹം ചെയ്തതിനു ശേഷം വസുദേവരുടെ സഹോദരിയായ ശ്രുതകീർത്തിയുടെയും കേകയ രാജ്യത്തെ ദൃഷ്ടകേതുവിന്റെയും പുത്രിയായ ഭദ്ര എന്ന കന്യകയെ ഭഗവാൻ വിവാഹം. ശ്രുതകീർത്തിയുടെയും ദൃഷ്ടകേതുവിന്റെയും മകളാണ് ആര്? ഭദ്രാദേവി. അപ്പം ആ ഭദ്രയും ആര് വിവാഹം കഴിച്ചു? ഭഗവാൻ വിവാഹം കഴിക്കുകയുണ്ടായി. അതാണ് 4ാമത്തെ ശ്ലോകം. അപ്പം 4ാമത്തെ ശ്ലോകം എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കൂ. ഓരോരുത്തരായിട്ടൊന്ന് ചൊല്ലി നോക്കിയോളൂ. ഹരേ കൃഷ്ണ. നിങ്ങളെക്കൊണ്ട് എല്ലാവരെ കൊണ്ടും ചൊല്ലിക്കണം എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ പരമാവധി ആളുകളെ കൊണ്ട് ചൊല്ലിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഞാൻ. എന്നാലും നിർദ്ദേശം വന്ന സ്ഥിതിക്ക് ചൊല്ലിക്കാം. അപ്പം ആരെങ്കിലും കുറച്ചു പേര് ചൊല്ലിക്കോളും. മാതാജി, സുധാദേവി മാതാജി അല്ലേ? പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്യാംഗത്വാ പുനരുദമഹോ നഗ്നജിന്നനന്ദനാം താം പെദ്വാ സപ്താഭിശ വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാ ഭദ്രാനാമ പ്രദദുരിതേ ദേവസന്ദർദ്ധനാദ്യാ തത്സോദര്യാ വരദ ഭവദ സാപി പൈതൃഷ്യസേയി. ഹരേ കൃഷ്ണ പ്രഭു. ചൊല്ലിക്കോളും മാതാജി. ഹരേ കൃഷ്ണ. ഗുരുഭ്യോ നമോ നമോ ഭഗവതേ വാസുദേവായ. സത്യാം ഗത്വാം പുനരുദവഹോ നഗ്നചിന്നന്ദതാം നാം താം ബദ്ധ്വാം സപ്താപിതവൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുരതാം പ്രദദുരതേ ദേവ സന്ദർദ്ധനാദ്യാം തസ്യേദ്യാം വരദ ഭവതാം സാപി വൈദൃശ്യസേയി. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 3-4 വരികൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഭദ്രാം നാമ പ്രദദുരിതേ ദേവസന്ദർദ്ധനാദ്യ. അപ്പം നിങ്ങൾ ഇത് ചൊല്ലുന്നതിനകത്ത് എനിക്കൊന്ന് 3-4 വരികളാണ് എല്ലാവർക്കും കുറച്ച് പാട് വരുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൊല്ലിത്തരാം. 3-4 വരികൾ മാത്രം. ഭദ്രാം നാമ പ്രദദുരിതേ ദേവ സന്ദർദ്ധനാദ്യ തത്സോദര്യ വരദ ഭവത സാപി പൈതൃശ്വസി. ഇത് ഒത്തിരി പാടുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ.
ഭദ്രാം നാമ പ്രദദുരതദേവസന്ദർദ്ധനാദ്യാം തത്സേതര്യാം വരദ ഭവതാം സാപി വൈദൃശ്യസേയി. ആ പ്രദദുരതത എന്ന് പറയുമ്പോ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. അടുത്തൊരാൾ ചൊല്ലും. ഹരേ കൃഷ്ണ. സത്യാം ഗത്വാ പുനരുതവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുരതത്തെ ദേവസന്ദർദനാദ്യാ തൽസോദര്യാ വരദ ഭവതാ സാപി പൈതൃഷ്വസേയി. ഹരേ കൃഷ്ണ. അടുത്താരായിട്ടാണ്? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തി നിമേഷാത് ഭദ്രാം നാമ പ്രദദുരതാതേ ദേവസന്ദർദ്ധനാദ്യാ തൽസോദര്യാ വരദാ ഭവത സാപി പൈദൃശ്യസേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. വളരെ നന്നായിട്ട് ചൊല്ലി. ഇനി ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്യാം ഗത്വാ പുനരുദേഹേ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിന്നമേഷാൻ ഭദ്രാം നാമ പ്രദരുതേ ദേവസന്ദർദ്ധനാർത്ഥ സോദര്യവരദ ഭഗവതാപ്സി പൈതൃഷ്യസേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്യാം ഗത്വാ പുനരുതവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാൽ ഭദ്രാം നാമ പ്രദരുതത്തെ ദേവസന്ദർദ്ധനാദ്യ നൽസോദയ്യാ വരദ സാപി പൈതൃഷ്വസേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞപ്പോ ആരുടെയോ ഒരാളുടെ മൈക്ക് ഓണായിരുന്നു. ഡിസ്റ്റർബൻസ്. എല്ലാവരും മൈക്ക് എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കി വെക്കാനായിട്ടൊന്ന് ശ്രമിക്കണേ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വായിക്കുവാന്ന് വേറെ ഗിരിജാമാതാജിയാണോ വായിക്കുന്നത്? വേറെ തുടങ്ങി പ്രഭു. ആരാണ് വായിച്ചത്? ഞാൻ വായിച്ചോട്ടെ. ഗിരിജാമാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിന്നിമേഷാൽ ഭദ്രാം നാമ പ്രദദുരധര തേ ദേവസന്ദർദ്ധനാദ്യാ തൽസോദര്യാം വരദ ഭവത സാപി പൈതൃശ്വാസേയി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരി ഓം. ചൊല്ലട്ടെ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാ നാമ പ്രദദുരതേ ദേവസന്ദർദ്ധനാദ്യാ തൽസോദര്യാം വരദ ഭവ സാമി പൈതൃശ്യസേയി. കൃഷ്ണ. വളരെ നന്നായിട്ട് ചൊല്ലി. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഹരേ കൃഷ്ണ. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സംഗീതം, ചേച്ചിക്ക് 2 കൊച്ചു കുട്ടികളുണ്ട്, അവര് വന്നിരിക്കുന്നതിൻ്റെയാണ്. ഒരു നിമിഷം. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് 5ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചോളൂ. പാർത്ഥാദൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം. നമ്മുടെ ശ്രദ്ധിച്ച 1ാമത്തെ വരി ഞാൻ നിർത്തി പറഞ്ഞുതരാം. എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നുള്ളൂ. നാരായണീയം ഒട്ടും പാടുള്ളതല്ല, എല്ലാവർക്കും കീർത്തനം ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. പാർത്ഥാദൈരപ്യകൃതലവനം
തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ സഭരമവൃദ്ധ ലക്ഷ്മണാം മദ്രകന്യാം എന്നൂടെ പറഞ്ഞു. അപ്പൊ ഒന്നും രണ്ടും വരികൾ ഒരുമിച്ചൊന്ന് പറഞ്ഞുതരാം. പാർത്ഥാദൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ സഭരമവൃദ്ധ ലക്ഷ്മണാം മദ്രകന്യാം. ഒന്നും രണ്ടും വരികൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒന്നുകൂടെ ശ്രമിച്ചു. പാർത്ഥാദൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ സഭരമവൃത്വ ലക്ഷ്മണാം മദ്രകന്യാം. ഇതാണ് ഒന്നും രണ്ടും വരികൾ. മൂന്നും നാലും വരികൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിര ഭൗമ ദുശ്ചേഷ്ടിതാനി. ഒന്നുകൂടെ പറയാം, മൂന്നും നാലും വരികൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിര ഭൗമ ദുശ്ചേഷ്ടിതാനി. ഞാൻ നിർത്തി പറഞ്ഞു തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, അപ്പം ഞാൻ പറഞ്ഞു പോവുക എന്നുള്ളതല്ലല്ലോ ലക്ഷ്യം. എല്ലാവർക്കും പാരായണം ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാവുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്ന അത്രയെങ്കിലും ഒരുവിധമെങ്കിലും നന്നായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പം എല്ലാവരും മൈക്കെടുക്കണം, പരമാവധി പാരായണം ചെയ്യാൻ ശ്രമിക്കും. എന്നൂടെ പറയാം. പാർത്ഥാദൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ സഭരമവൃദ്ധ ലക്ഷ്മണാം മദ്രകന്യാ അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിര ഭൗമ ദുശ്ചേഷ്ടിതാനി. അപ്പൊ ഞാനൊന്ന് പാരായണം ചെയ്യുന്നത്. അദ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ സഭരമവൃദ്ധ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിര ഭൗമ ദുശ്ചേഷ്ടിതാനി. ഇതാണ് അഞ്ചാമത്തെ ശ്ലോകം. അതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം. പാണ്ഡവ കൗരവാദികൾക്ക് പോലും ഛേദിക്കാൻ പറ്റാതിരുന്നതും വെള്ളത്തിൽ കാണുന്ന പ്രതിബിംബം മാത്രം ലക്ഷ്യമായിട്ടുള്ളതുമായ മത്സ്യരൂപത്തിലുള്ള ലക്ഷ്യത്തെ ഛേദിച്ചങ്ങ് മദ്രരാജപുത്രിയായ ലക്ഷ്മണയെ വരിച്ചു. ഇപ്രകാരം അങ്ങക്ക് 8 ഭാര്യമാർ ഉണ്ടായി. അതിനിടയ്ക്ക് ദേവേന്ദ്രന്റെ വാക്കുകൾ വഴി ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരന്റെ ദുഷ്ടപ്രവൃത്തികളെ പറ്റി അങ്ങ് കേട്ടു. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക, 2 കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ലക്ഷ്മണാദേവിയെ ഭഗവാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എപ്രകാരമാണ് അർജുനൻ പാഞ്ചാലി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ജലത്തിലുള്ള പ്രതിബിംബത്തെ നോക്കി മുകളിലുള്ള മത്സ്യത്തിന്റെ നയനം ഭേദിച്ച്, അതേപോലെ തന്നെയായിരുന്നു മധുര രാജകുമാരിയായിരുന്ന ലക്ഷ്മണ വിവാഹം കഴിക്കും. ആരുടെയോ മൈക്ക് ഓണാണല്ലോ. ലക്ഷ്മണ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തത്? അതേ കർമ്മം ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മധുര രാജകുമാരിയായിരുന്ന ലക്ഷ്മണയെ ഭഗവാൻ വിവാഹം ചെയ്തത്. അതിനുശേഷം അഷ്ടാവേവം തമസഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രൂതത്വാം സുരപതിഗിര ഭൗമ ദുശ്ചേഷ്ടിതാനി. ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരന്റെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് അങ്ങ് കേൾക്കാനിട. എവിടെ നിന്ന്? ദേവേന്ദ്രന്റെ പക്കൽ നിന്ന് ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരനെ തന്നെയാണ് ഭൗമാസുരൻ എന്നും ഭൂമിദേവിയുടെ പുത്രനായതുകൊണ്ട് വിളിക്കുന്നത്. അപ്പം ഇവരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അപ്പം ഇത്രയാണ് 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പ്രധാനപ്പെട്ട വിഷയം ഭൂമിദേവിയുടെ തന്നെ അംശാവതാരമാണ് ആര്? സത്യഭാമ. അപ്പോ അതാണ് ഇനി അങ്ങോട്ട് നരകാസുരനും ഭഗവാനുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്. നരകാസുരൻ ജനിച്ച സമയം തന്നെ എന്ത് ചെയ്യുന്നു? ഭൂമിദേവി ഭഗവാനോട് അപേക്ഷിക്കുന്നു. എന്ത്? എൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ എൻ്റെ ഒരു സാന്നിധ്യമില്ലാതെ, എൻ്റെ ഒരു നിർദ്ദേശമില്ലാതെ അങ്ങ് ഒരിക്കലും എന്ത് ചെയ്യരുത്, എൻ്റെ മകനായ ഭൗമാസുരനെ വധിക്കരുതെന്ന് ഭഗവാനോട് ദേവി അപേക്ഷിക്കുന്നു. ദേവിയുടെ ഒരു ആഗ്രഹം, വരം ഭഗവാൻ എന്ത് ചെയ്യുന്നു? സമ്മതിച്ചു കൊടുക്കുന്നു.
പ്രകാരം അപ്പൊ ജനിച്ചപ്പോഴേ നരകാസുരൻ ജനിച്ചപ്പോഴേ എന്തറിയാം, ഇവൻ ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടേണ്ടവനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മാത്രവുമല്ല ഭൂമിദേവി ഭഗവാൻ അത്രയധികം പ്രിയപ്പെട്ടവളാണ്. അപ്പോ ഇപ്പൊ തന്നെ നമുക്ക് ആലോചിച്ചാല് നമ്മളുടെ കർമ്മഫലം ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ അവന്റെ കർമ്മഫലം ആ ജനിക്കുന്ന സമയവും ആ ജനിച്ച അന്തരീക്ഷം, ഏത് വീട്ടിലാണോ ജനിച്ചത്, ഏത് സാഹചര്യത്തിലേക്കാണോ വരുന്നത്, ഇതെല്ലാം ആ കുഞ്ഞിന്റെ സ്വഭാവത്തിനെയും പിന്നീട് വരുന്ന എല്ലാത്തിനെയും സഞ്ചിത കർമ്മഫലങ്ങളെ എല്ലാം നിശ്ചയിക്കുന്നതാണ്, നിർണയിക്കുന്നതാണ്. ഹരികൃഷ്ണ ബാക്ക്ഗ്രൗണ്ടില് കരച്ചിലൊക്കെ ഉണ്ട്. അപ്പം ഭൗമാസുരൻ ജനിച്ച സമയം തന്നെ എന്ത് ചെയ്യുന്നു, ഭൗമാസുരൻ ജനിച്ച സമയം തന്നെ ഭൂമിദേവി ഭഗവാനോട് അപേക്ഷിക്കുന്നു, ഇവനെ എന്ത് ചെയ്യരുത്, അങ്ങ് എന്തായാലും ഇവന്റെ പ്രവൃത്തി ദുഷ്പ്രവർത്തികളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അങ്ങയുടെ കൈകൊണ്ട് മരണപ്പെടാനാണ് എന്ത് സാധ്യത. അപ്പൊ അതുകൊണ്ട് എന്റെ അനുവാദമില്ലാതെ, എന്റെ സാന്നിധ്യമില്ലാതെ അങ്ങ് എന്ത് ചെയ്യരുത്, അവനെ ഒന്നും ചെയ്യരുത്. വരാഹമൂർത്തി ഭൂമിയെ ഉദ്ധരിച്ചപ്പോഴുണ്ടായ സംയോഗത്തിൽ ജനിച്ച പുത്രനായിരുന്നു നരകാസുരൻ. അവലം ബ്രഹ്മപുരാണത്തിൽ ഭൂമിദേവി പറയുന്നത് എന്ത് ചെയ്യുന്നു, പ്രാഗ്ജ്യോതിഷപുരത്തിന്റെ അധിപനായിരുന്ന നരകാസുരനെ പറ്റി വാൽമീകി രാമായണത്തിൽ പോലും പരാമർശം. നരകാസുരൻ അതായത് വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച സമയം ഭൂമിദേവി എന്ത് ചെയ്യുന്നു, ഹിരണ്യാക്ഷന്റെ പക്കൽ നിന്നും ഉദ്ധരിച്ചു കൊണ്ടുപോകുന്നു. അപ്പം ഈ സമയം ഭൂമിദേവിയെ ഉദ്ധരിക്കുന്ന സമയം ഭൂമിദേവിയും ഭഗവാനും തമ്മിലുള്ള സംയോഗം ഉണ്ടാകുകയും അപ്രകാരം ഭൂമിദേവിയും ഭഗവാനും ഉണ്ടാകുന്ന പുത്രനാണ് ആര്, നരകാസുരന് വാൽമീകി രാമായണത്തിലും ബൃഹന്നാരദീയ പുരാണത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശമുണ്ട്. അപ്പം ഇപ്രകാരമുള്ള നരകാസുരന്റെ മറ്റൊരു പ്രത്യേകത, നരകാസുരൻ വളരെയധികം വലിയ വിരൂപിയാണ്. അപ്പൊ നരകാസുരന്റെ പ്രധാനപ്പെട്ട വിനോദം ഈ പെൺകുട്ടികളെ, സ്ത്രീകളെ, സുന്ദരികളായ പെൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ എന്ത് ചെയ്യും, അവൻ അപഹരിച്ചുകൊണ്ടുപോകും, മോഷ്ടിച്ചുകൊണ്ടുപോകും. എന്നിട്ട് നരകലോകത്ത് പാർപ്പിക്കും, തടവറയിലാക്കും. സ്ത്രീകളെ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പുരുഷന്മാരെ വധിച്ചിട്ട് അവരുടെ മുഖം ഛേദിച്ച് അവന്റെ മുഖത്തോട് ചേർത്ത് വെക്കും. കാരണം അവൻ സ്വയം വിരൂപനാണെന്നുള്ള അപകർഷതയാണ് ഇപ്രകാരമുള്ള പ്രവർത്തികളൊക്കെ അവനെ ചെയ്യാൻ കാരണമെന്ന്. ഇപ്രകാരം മഹാദുഷ്പ്രവർത്തികളും ക്രൂരകൃത്യങ്ങളിലും ഏർപ്പെടുന്നവനാണ് നരകാസുരൻ. അപ്പം ഈ നരകാസുരന്റെ ദുഷ്പ്രവർത്തികളെ കുറിച്ച് എല്ലാവരും ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും ഭഗവാനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞപ്പം മറ്റൊരു വിഷയം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് ഒരു സംശയം ഒരു മാതാജി ഉന്നയിക്കുകയുണ്ടായി. അപ്പം പ്രഭുവിനോട് അത് ചോദിച്ചു. പ്രഭുവിന് ഞാനതും മറുപടി കൊടുത്തിരുന്നു. ആ ക്ലാസ്സിലും കൂടെ ആ വിഷയം ചർച്ച ചെയ്യാം. വളരെ നല്ലൊരു സംശയമാണ് ഒരു മാതാജി ചോദിച്ചത്. പ്രഭു 5 തരം കൽപ്പവൃക്ഷങ്ങളല്ലേ, അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൽപ്പവൃക്ഷങ്ങളെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അപ്പം ഇന്ദ്രലോകത്ത് ഒരു തരം കൽപ്പവൃക്ഷം ഉള്ളതെന്നും പറഞ്ഞു. ഭഗവാന്റെ ഗോലോകവൃക്ഷത്തിൽ കൽപ്പവൃക്ഷങ്ങളുടെ വനമാണുള്ളതെന്നും പറയണ്ടായി. അപ്പോൾ ഒരു മാതാജി ചോദിച്ചു, ഇന്ദ്രലോകത്ത് 5 തരം കൽപ്പവൃക്ഷങ്ങൾ ഉള്ളതായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സന്താന കൽപ്പവൃക്ഷം നമുക്കറിയാം എന്ത് ചെയ്യുന്നു, പാലാഴി മഥനത്തിനോടനുബന്ധിച്ച് സന്താന കൽപ്പവൃക്ഷം വരുന്നതായിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്താണ്, പാരിജാതം എന്ന് പറയുന്ന കൽപ്പവൃക്ഷത്തെ കുറിച്ച്. അപ്പം ഇന്ദ്രലോകത്ത് 5 തരം കൽപ്പവൃക്ഷം ഉള്ളതായിട്ടാണല്ലോ കേട്ടിട്ടുള്ളത് എന്ന് ഒരു മാതാജി പറഞ്ഞു. ഒരു തരമല്ല. അപ്പൊ അതിന്റെ മറുപടി ഇതാണ്, 5 തരം കൽപ്പവൃക്ഷങ്ങൾ ഉള്ളതിൽ 5ന്റെയും ഓരോന്ന് വീതം ഇവിടെ ഉണ്ട്, ദേവലോകത്തുണ്ട്. അതേസമയം ഭഗവാന്റെ ഗോലോക വൃന്ദാവന ധാമത്തിൽ 5 തരം കൽപ്പവൃക്ഷം ഉള്ളതിൽ 5 തരം കൽപ്പവൃക്ഷവും അവിടെ ഉണ്ട്. പക്ഷെ അത് ഓരോന്ന് വീതമല്ല, വനമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഭഗവാന്റെ ഗോലോക വൃന്ദാവന ധാമവും സ്വർഗലോകം അഥവാ ദേവലോകങ്ങളുമായിട്ട് കമ്പാരിസൺ പോലും ഇല്ല. കാരണം ഭഗവാന്റെ ഭഗവത് ധാമത്തിലുള്ളത് ഈവൻ വൈകുണ്ഠമായിട്ടോ പോലും എന്തില്ല, നാരായണന്റെ വൈകുണ്ഠലോകമായിട്ട് പോലും സ്വർഗാദി ലോകങ്ങൾക്ക് കാരണം സ്വർഗം എന്നൊക്കെ വെച്ച് നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഉയർന്ന തലത്തിലാണെങ്കിൽ പോലും
ഭഗവാന്റെ ധാമങ്ങളിൽ അഥവാ വിരജാനദിക്ക് അപ്പുറമുള്ള ധാമങ്ങളെ സംബന്ധിച്ച് ഈ വക സ്വർഗാദി ലോകങ്ങള്, ഈവൻ ബ്രഹ്മാണ്ഡം ഉൾപ്പെടെയുള്ളത് ഒന്നും പോലും എന്തല്ല, വളരെ ചെറുതാണ്. ഭയങ്കര ഒരു മൈന്യൂട്ട് സ്പെക്കിന്റെ അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഒരു 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 എന്താ ഒരു പൊടിയുടെ വലിപ്പം അത്ര പോലും ഇല്ലെന്ന് പറയാം. കാരണം അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളാണുള്ളത്. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളുള്ളതിൽ അനന്തകോടി, ഓരോ ബ്രഹ്മാണ്ഡത്തിലും ഓരോ സ്വർഗം വെച്ചിട്ടാണെങ്കിൽ അപ്പൊ എത്ര സ്വർഗം കാണും? അനന്തകോടി സ്വർഗം കാണില്ലേ? അപ്പം ഇത്രയും അധികം അപ്പം അത്രയും അധികം സ്വർഗങ്ങളാണുള്ളത്. പക്ഷെ ഭഗവാന്റെ ധാമം ഇതിനേക്കാളൊക്കെ ഒരുപാട് വലുതും ഉപരിയും തൈജസവുമാണ്. അപ്പം അതുകൊണ്ട് ആ ലോകവുമായിട്ട് ദേവലോകങ്ങൾക്ക് യാതൊരു കമ്പാരിസൺ പോലും ഇല്ല. അപ്പം പ്രകാരം മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. അപ്പം അതാണ് വിഷയത്തിലുള്ളത്. അപ്പൊ ഈ കൽപ്പവൃക്ഷങ്ങളിൽ ഓരോന്ന് വീതമാണ് 5 സ്വർഗലോകത്തിൽ ദേവലോകത്തിലുള്ളത്. എന്നാൽ ഭഗവാന്റെ ധാമത്തിൽ കൽപ്പവൃക്ഷങ്ങളുടെ വനമാണുള്ളത്. കൽപ്പവൃക്ഷങ്ങളുടെ ആവശ്യം പോലും, ഇപ്പൊ ചിന്താമണികളുള്ള ചിന്താമണികളാൽ നിർമ്മിതമായ ലോകമാണ് ഭഗവാന്റെ വൃന്ദാവനധാമം. അപ്പം വൃന്ദാവനധാമത്തിൽ കൽപ്പവൃക്ഷങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ചിന്താമണി. പക്ഷേ ചിന്താമണികളുള്ള ഒരു ധാമത്തിനെ സംബന്ധിച്ച് കൽപ്പവൃക്ഷങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഭഗവാൻ കൽപ്പവൃക്ഷങ്ങളെ ചുറ്റും ആവൃതമാക്കി നിർത്തുകയും മധ്യത്തിൽ ഭഗവാന്റെ ഗുഹ്യമായ മാധുര്യസ്ഥാനമായ വൃന്ദാവനത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ കാരണം, ഈ വനം കടന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? അങ്ങോട്ടേക്ക് എത്താൻ. അപ്പം വനം കടക്കാൻ ശക്തിയുള്ളവന് മാത്രമേ, അതായത് ആഗ്രഹങ്ങളെ പൂർണ്ണമായും തീർത്ത് അപ്രകാരം ഒരു മനസ്സും ശുദ്ധമായ ഒരു ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആ ധാമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അപ്രകാരം ചെയ്തിരിക്കുന്നത്. അപ്പം അതാണ് കൽപ്പവൃക്ഷങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നരകാസുരനെ കുറിച്ച്. അപ്പം നരകാസുരന്റെ വാർത്തകൾ ആരറിഞ്ഞിരിക്കുന്നു? ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണ് 5ാമത്തെ ശ്ലോകം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പാരായണം ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. പാർത്ഥാദൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ സഭരമവൃദ്ധ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രൂതത്വം സുരപതിഗിര ഭൗമദുശ്ചേഷ്ടിതാനി. ഇതാണ് 5ാമത്തെ ശ്ലോകം. അപ്പോൾ ഓരോരുത്തരായിട്ടൊന്ന് ചൊല്ലി നോക്കിയോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ചെല്ലട്ടെ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പാർത്ഥാദൈരഭ്യകൃതലവനം തോയമാത്രാവിലക്ഷ്യം ലക്ഷ്യം ചിത്വാ ശബരമവൃഥ ലക്ഷ്മണാം മദ്രകന്യാ അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോതത്വം സുരപതിഗിര പൗമദൃശ്ചേഷ്ടിതാനി. ഹരേ കൃഷ്ണ. മാതാജി വളരെ നന്നായിട്ട് ചൊല്ലി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാർത്ഥാദേഹ്യകൃതലവനം തോയമാദ്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ശപരമവൃഥാ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോതത്വം സുരപതിഗിര പൗമദുശ്ചേഷ്ടിതാനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ. പാർത്ഥാദൈര്യപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ജിത്വാ ശബരമവൃത ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോതത്വം സുരപതിഗിര ഭൗമദുശ്ചേഷ്ടിതാനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ.
പാർത്താദൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷ്യം ചിത്താ ശഫരമവൃത്താ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ തത്ര മധ്യേ ശുശ്രോതത്വം സുരപതി ഗിരാ ഭൗമദുശ്ചേഷ്ടിതാനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷ്യം ചിത്വാ ശപരമവൃഥാ ലക്ഷണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതി ഗിരാ ഭൗമദുശ്ചേഷ്ടിതാനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ മാതാജി, കൃഷ്ണ. വളരെ നന്നായിട്ട് ചൊല്ലി. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ മാതാജി. നമോ ഭഗവതേ വാസുദേവായ. പാർത്ഥാദൈര്യപ്രകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷ്യം ചിത്വാ ശബരമവൃതാ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോതാത്വം സുരപതി ഗിര ഭൗമമുച്ചേഷ്ടിതാനി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ വളരെ പ്രഭു. നന്നായിട്ട് ചൊല്ലി. ചൊല്ലിക്കോളൂ ചൊല്ലട്ടെ പ്രഭു. ഓം നമോ ഭഗവതേ ചൊല്ലിക്കോളൂ. വാസുദേവായ. പാർത്ഥാദൈര്യപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷ്യം ചിത്വാ ശബരമവൃതാ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാ തത്ര മധ്യേ ശുശ്രോതത്വം സുരപതി ഗിരാ ഭൗമദുശ്ചേഷ്ടിതാനി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, വളരെ നന്നായിട്ട് ചൊല്ലി. അപ്പൊ നമുക്ക് ആറാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പോ ഒരു കാര്യം കൂടെ പറയാം. അപ്പം 8 പത്നിമാരെയും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ 8 പേരുടെയും പേര് നമുക്കൊന്ന് സൂചിപ്പിച്ചിട്ട് പോവാം. 1 രുക്മിണി, 2 ജാമ്പവതി, 3 സത്യഭാമ, 4 കാളിന്തി, പിന്നെ മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ. അപ്പൊ ഇങ്ങനെ 8 പേരെയും ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകരിച്ചിട്ടുണ്ട്. ശേഷമാണ് ഇനി അപ്പം ഇത്രയും പേരെയും ഭഗവാൻ പത്നിയായി സ്വീകരിച്ചതിന് ശേഷം ബാക്കിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്തതായിട്ടുള്ള ശ്ലോകം മുതൽ ശിഖരിണി എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തം, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള 2 വൃത്തങ്ങളിൽ ഒന്നാണ് ശിഖരിണി, ശാർദൂല വിക്രീഡിതവും ഒക്കെ. അപ്പം അടുത്തതായി ആവർത്തിക്കുന്നത് ശിഖരിണി എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തമാണ്. ശ്രദ്ധിക്കാം. സ്മൃതായാതം ഇതൊക്കെ പറഞ്ഞുതരാം. സ്മൃതായാതം പക്ഷി പ്രവരമതിരൂഢസ്ത്വമഗമോ. എന്നൂടെ പറയാം. സ്മൃതായാതം പക്ഷി പ്രവരമതിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവനം ഉപവനം ഇവാരാതിഭവനം. അപ്പം 1-2 വരികൾ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ പറഞ്ഞുതരാം. സ്മൃതായാതം പക്ഷി പ്രവരമതിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവനമിവാരാതിഭവനം. വഹന്നംഗേ ഭാമാമുപവനമിവാരാതിഭവനം. അപ്പൊ 1-2 വരികൾ ഒരുമിച്ച് ചൊല്ലാം. സ്മൃതായാതം പക്ഷി പ്രവരമതിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവനമിവാരാതിഭവനം. 1-2 വരികൾ എളുപ്പമല്ലേ? ഒന്നുകൂടെ ചൊല്ലിത്തരാം. സ്മൃതായാതം പക്ഷി പ്രവരമതിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവനമിവാരാതിഭവനം. എളുപ്പമല്ലേ? 3-4 വരികള് ഒന്ന് ശ്രദ്ധിക്കാം. വിഭിന്ദൻ ദുർഗാണി ത്രുട്ടിത പിതൃനാശോണി തരസൈ. ഒന്നുകൂടെ പറയാം. വിഭിന്ദൻ ദുർഗാണി ത്രുട്ടിത പിതൃനാശോണി തരസൈ. അപ്പം ആ ത്രുടിത പിതൃനാശോണി തരസൈ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുക. ഒന്നുകൂടെ പറയാം. വിഭിന്ദൻ ദുർഗാണി ത്രുടിത പിതൃനാശോണി തരസൈ. ഇതാണ് 3-ാമത്തെ വരി. 4-ാമത്തെ വരി ഒന്ന് ശ്രദ്ധിക്കാം. പുരം താവത് പ്രാഗ്ജ്യോതിഷ മകരുധ ശോണിതപുരം.
വിഭിന്ദൻ ദുർഗാണി ത്രുടിത പിതൃനാശോണി തരസൈ പുരം താവത് പ്രാഗ്ജ്യോതിഷമകരുധ ശോണിതാപുരം. വിബിന്ദൻ ദുർഗാണി ത്രുടിത പിതൃനാശോണി തരസൈ പുരം താവത് പ്രാഗ്ജ്യോതിഷമകരുധ ശോണിതപുരം. അപ്പം 6ാമത്തെ ശ്ലോകം ഒരുമിച്ചൊന്ന് ചൊല്ലി നോക്കാം. സ്മൃതായാതം പക്ഷി പ്രവരമതിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവനമിവാരാതിഭവനം. വിഭിന്ദൻ ദുർഗാണി ത്രുടൃത പിതൃനാശോണി തരസൈ പുരം താവത് പ്രാഗ്ജ്യോതിഷമകരുധാ ശോണിതപുരം. 6ാമത്തെ ശ്ലോകം എളുപ്പമല്ലേ? ഹരികൃഷ്ണ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഹരകൃഷ്ണ പ്രഭു, ചുരുക്കം ത്രുടിത എന്നുള്ള ആ വാചകവേ മുറിച്ച് പറയാൻ പറ്റുമോ പ്രഭു? അത് നിങ്ങൾ ചൊല്ലുന്ന ഈണത്തിനനുസരിച്ചാണ് നമ്മൾ എപ്പോഴും ആ വാക്ക് അങ്ങനത്തെ വാക്കാണ്. നമ്മൾ എപ്പോഴും വാക്കുകളെ സ്പ്ലിറ്റ് ചെയ്യുക നമ്മൾ ചൊല്ലുന്ന ഈണത്തിനനുസരിച്ചാണ്. ഇപ്പം എന്റെ ഈണത്തിനനുസരിച്ച് മുറിക്കേണ്ടി വരുന്നില്ല. മകജിയുടെ ഈണം എങ്ങനെയാണ് മുറിച്ചു കഴിഞ്ഞാൽ അർത്ഥവ്യത്യാസം വരുമോന്ന്? ത്രുടിത വെച്ച് മുറിച്ചാൽ അർത്ഥ വ്യത്യാസം വരുന്നില്ല. ത്രുടിത വെച്ച് മുറിച്ചാൽ വ്യത്യാസമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം 6ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. എന്നുവെച്ചാൽ വിഭിന്ദൻ ദുർഗാണി ത്രുടിത പിതൃനാശോണി, അങ്ങനെ പറഞ്ഞാൽ അർത്ഥവ്യത്യാസമില്ല. സ്മരണ മാത്ര കൊണ്ട് വന്നു ചേർന്നവനായ ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് സത്യഭാമയെ മടിയിലിരുത്തിയവനായ അങ്ങ് ഉദ്യാനത്തെ പോലെ തന്നെ ശത്രുവായ നരകാസുരന്റെ ഭവനത്തെ പ്രാപിച്ച് അതിൽ പിന്നെ കോട്ടകളെല്ലാം ഭേദിച്ച് ശത്രു സൈന്യങ്ങളുടെ ദേഹങ്ങളാൽ നിന്നൊഴുകുന്ന രക്തരസം കൊണ്ട് പ്രാഗ്ജ്യോതിഷമെന്ന പേരായ പുരത്തെ ശോണിതപുരമാക്കി തീർത്തു. അപ്പോ നരകാസുരനെ ഭഗവാൻ നേരിട്ടതാണ്. നമുക്കിന്ന് ഞാൻ വേഗം 20 മിനിറ്റേ ഉള്ളൂ. മുരനെയൊക്കെ വധിക്കുന്നതുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ മുരനെയും മുരന്റെ പുത്രന്മാരെയും ഒക്കെ ഭഗവാൻ മുരഹരി എന്നൊക്കെയുള്ള പേര് ഭഗവാൻ അപ്രകാരമാണ് കിട്ടുന്നത്. നരകാസുരന്റെ സൈന്യാധിപനാണ് മുരൻ. അപ്പം നമുക്ക് ആ ലീല അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ച പറയാം. എന്തായാലും ഈ ശ്ലോകം കൊണ്ട് നമുക്ക് എന്തായാലും നിർത്താം. അപ്പം ഭഗവാൻ നരകാസുരനെ വധിക്കാനായി ഗരുഡന്റെ പുറത്ത് കയറി എങ്ങോട്ട് പോവാണ്? നരകലോകത്തേക്ക് യാത്ര ചെയ്യണം. അപ്പം ഒരു കാര്യം പറയാം. അപ്പം നരകാസുരന് ചെറിയൊരു വരം എന്ത് ചെയ്തു? മേടിച്ചിട്ടുണ്ടായിരുന്നു. നരകാസുരൻ ചെറിയൊരു വരം അമ്മയുടെ പക്കൽ നിന്ന്, ഭൂമിദേവിയുടെ പക്കൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഒരേ സമയം സൂര്യനും മേഘവും മിന്നലും എനിക്ക് കാണാൻ പറ്റുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എന്റെ മരണം എനിക്ക് സംഭവിക്കാൻ പാടുള്ളൂ എന്ന് അമ്മയോട് ചോദിച്ചു. ഒരേ സമയം സൂര്യൻ ഉണ്ടാകണം, അതിനോടൊപ്പം കാർമേഘം ഉണ്ടാകണം, അതിനോടൊപ്പം തന്നെ മിന്നലും എനിക്ക് കാണാൻ പറ്റണം. അപ്പൊ കാണാൻ പറ്റണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അത് യഥാർത്ഥത്തിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് മൂന്നും കാണുന്ന സമയം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എന്റെ മരണം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പം ഭഗവാൻ ഇവിടെ വരുന്നത് ക്ഷണനേരം കൊണ്ട് വരുന്ന ഗരുഡന്റെ പുറത്ത് കയറി ഭഗവാൻ ഇരിക്കുകയാണ്. പോരാ, ഭഗവാൻ ഒറ്റയ്ക്കല്ല പോയത്, സത്യഭാമാദേവിയെയും കൂട്ടിയാണ് പോകുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, രുക്മിണി ദേവിക്ക് എപ്പോഴും പരാതിയാണ്, സത്യഭാമാദേവിക്ക് എപ്പോഴും പരാതിയാണ് എന്ത്? എപ്പോഴും ഭഗവാൻ എന്ത് ചെയ്തും പ്രധാനപ്പെട്ട ലീലകളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രഥമ പത്നിസ്ഥാനം കൊടുത്തിട്ടുള്ള രുക്മിണി ദേവി. അപ്പം ഭഗവാന് സത്യഭാമാദേവിയായിട്ട് അങ്ങനെ ഒരുപാട് ലീലകളൊന്നുമില്ല. അപ്പം സത്യഭാമാദേവിയെ കൂട്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? നരകാസുരനെ വധിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ സമയം ഗരുഡന്റെ പുറത്ത് കയറി ഭഗവാൻ നരകലോകത്തേക്ക് ചെല്ലുന്ന സമയം, അപ്പം എങ്ങും കൊണ്ടുപോകുന്നില്ലെന്ന് സത്യഭാമാദേവി പരാതി പറഞ്ഞ സമയം ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഞാൻ മറ്റൊരു ലോകത്തേക്ക് പോവാണ്, നീ വരുന്നു എന്ന് ചോദിച്ചു. അവയ്ക്ക് വലിയ സന്തോഷം. എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ചെറിയ യുദ്ധത്തിനാ പോകുന്നതെന്ന് പറഞ്ഞു. യുദ്ധത്തിന് പോകുന്ന വെച്ചാൽ ഭഗവാൻ ഒത്തിരി സൈന്യമൊന്നുമായിട്ടല്ല, ഭഗവാൻ ഒറ്റയ്ക്കാണ് എപ്പോഴും യുദ്ധത്തിന് പോവുക. അത് ദ്രുപദനുമായിട്ടുള്ള യുദ്ധത്തിലും ഭഗവാൻ ഒറ്റയ്ക്കായിരുന്നു, നരകാസുരനുമായിട്ടുള്ള യുദ്ധത്തിലും ഭഗവാനെ സംബന്ധിച്ച് ഒരാളും മതി. ഭീഷ്മരും അപ്രകാരമായിരുന്നു, എപ്പോഴും യുദ്ധത്തിന് പോവുക, ഒറ്റയ്ക്കാണ് യുദ്ധത്തിന് പോവുക. കാരണം ഭീഷ്മരെ ആർക്കും വധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതാണ് അവരുടെ ഒരു പവറിന്റെ കോൺഫിഡൻസ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഗരുഡന്റെ പുറത്ത് കയറി നരകലോകത്തേക്ക് യാത്ര ചെയ്തു. അപ്പം ഭഗവാനെ ദൂരെ നിന്ന് കാണുന്ന സമയം ഗരുഡനെ കണ്ടപ്പോ അഗ്നി പോലെ തേജസ്സോട് കൂടിയവനാണ് ഗരുഡൻ. അപ്പം ഗരുഡനെ കാണുന്ന സമയം നരകാസുരൻ വിചാരിക്കും സൂര്യനാണെന്ന്. അതിന്റെ പുറത്ത് കാർമേഘം ഇരിക്കുന്ന ഭഗവാൻ കാർമേഘമാണെന്നാണ്. കാർമേഘത്തിന് നീലകാർമേഘ വർണ്ണനായ ഭഗവാനെ കാണുന്ന സമയം സൂര്യനോടൊപ്പം
ആരിയ്ക്കുന്നു? മേഘം ഇരിക്കുന്നു. അതിനോടൊപ്പം വെള്ളി നിറത്തിൽ അതീവ തേജസ്സോടുകൂടിയ സത്യഭാമാദേവി ഇരിക്കുന്ന സമയം മേഘത്തിൽ നിന്നും മിന്നൽ വരുന്നതായിട്ടാണ് ആർക്ക് തോന്നുന്നത്? നരകാസുരൻ. അപ്പൊ ഒരേ സമയം സൂര്യനും മേഘവും മിന്നലും ആര് കാണുകയാണ്? നരകാസുരൻ കാണുകയാണ്. അപ്പം ഇതൊരു ലക്ഷണമാണ്. ഈ ലക്ഷണമാണ് ആര് കണ്ടത്? നരകാസുരൻ കണ്ടത്. അപ്പം ഇപ്രകാരം വരുന്ന ഭഗവാനെ കാണുന്ന സമയം പഞ്ചഭൂതങ്ങളാൽ ബന്ധിതമായിരുന്നു എന്ത്? നരകാസുരന്റെ നരകലോകം. അപ്പം ഓരോ ഭൂതങ്ങളെയും ഭഗവാൻ ഓരോരോ ആയുധങ്ങൾ കൊണ്ടാണ് ഭേദിക്കുന്നത്. ആദ്യം ഭഗവാന്റെ ശംഖ് ഊതുന്ന സമയം എന്ത് ചെയ്യുന്നു? ശംഖിന്റെ ശബ്ദം കേട്ട് തന്നെ കാവല് നിന്നിരുന്ന, ചുറ്റുപാടും കാവല് നിന്നിരുന്ന അസുരന്മാരെല്ലാം മരിച്ചു വീഴുകയാണ്. അപ്പോ അങ്ങനെ വളരെ വിശദമായ നരകാസുരനുമായിട്ടുള്ള യുദ്ധം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പം ആദ്യത്തെ പ്രഭു ഹരികൃഷ്ണ, ഞാൻ ലീവ് ചെയ്തോട്ടെ. പ്രഭു ഇല്ല. അപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഉത്സവമാണ്. ബിന്ദുപ്രഭ മാതാജി വന്നിട്ടുണ്ടോ? ബിന്ദുപ്രഭ മാതാജി കേൾക്കുന്നുണ്ടോ? വലിയ ആഘോഷം. ഓ പ്രഭു വൈൻഡപ്പ് ചെയ്യുവാണോ? വൈൻഡപ്പ് ചെയ്യായിരുന്നു പ്രഭു. ക്ലോസ് ചെയ്താട്ടെ. അപ്പോ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ പ്രണാമം. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസതി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. പ്രഭുജി യാതൊരു മുടക്കവും കൂടാതെ നമുക്ക് ഇതെല്ലാ ആഴ്ചയും ഉണ്ടായിരിക്കും. എല്ലാവരും മറക്കാതെ തന്നെ വരിക. അപ്പോൾ ഈ നാരായണീയം ക്ലാസ് മുടങ്ങാതെ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിന് വേണ്ടി പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവ വൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ.